ഭാഗി എന്ത് പറ്റി? വയ്യേ? ഇല്ല ടോണി. എന്റെ ഭാഗി, വയ്യെങ്കിൽ വീട്ടിൽ ഇരുന്നാ പോരെ. എന്തിനാ ഈ വയ്യാത്ത പണിയൊക്കെ എടുക്കുന്നത്? അയ്യോ, അത് പറ്റിയല്ല. ഞാനും വരും ഇച്ചായന്റെ കൂടെ. ശരി, നീ നാളെ പോലെ പണിക്കൊന്നും വരണ്ട. ഞാനും വരും. ഇച്ചായൻ അങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുക്കണ്ട. മതി, നീ അവിടെ ഇരിക്കേ. ഞാൻ പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോ നീയല്ലേ എന്നെ നോക്കാനുള്ളൂ. അപ്പൊ നിനക്ക് വയ്യാണ്ടായാലോ? മരണം വരെ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ. മരണം വരെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇട്ടിട്ട് പോയില്ലേ? അമ്മ, എനിക്ക് വിശക്കണോ? ആഹാ, ഇന്നെന്റെ പൊന്നുമോള് നേരത്തെ എഴുന്നേറ്റോ? ആ, വിശക്കുന്നമ്മേ. മനുച്ചേട്ടൻ പത്രം ഇട്ടിട്ട് ഇപ്പൊ വരുമ്പോ മോക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും. മനുച്ചേട്ടൻ വന്നു. അമ്മേ, ദാ പഴം. ആ, ദാ മോള് കൊണ്ടുപോയി കഴിച്ചോട്ടോ. എന്തു പറ്റി മോനെ വല്ലാതിരിക്കുന്നേ? ഞാനും അമ്മയ്ക്കുമ്പോ പണിക്ക് വരാൻ പോവാ. എന്തു പറ്റി എന്റെ മോനിപ്പോ ഇങ്ങനെ തോന്നാൻ? അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കാണുമ്പോ മോൻ അമ്മയ്ക്കൊരു ഉപകാരം ചെയ്യണം. എന്താ അമ്മേ? മോൻ നന്നായിട്ട് പഠിക്കണം. പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടുമ്പം അമ്മ ഈ പണിയൊക്കെ നിർത്താം കേട്ടോ. എന്റെ മോൻ വേഗം ചെന്നൊരുങ്ങി സ്കൂളിൽ പോകാൻ നോക്ക്. ചെല്ല്. അമ്മേ, ഫീസ് കൊടുക്കാണ്ട് ക്ലാസ്സിൽ കയറണ്ടെന്നാ ടീച്ചർ പറഞ്ഞേക്കുന്നത്. മോൻ വേഗം ഒരുങ്ങിക്കോ, അമ്മയും വരാൻ കൂടെ. എത്ര നാളായി കുട്ടിയുടെ ഫീസ് അടച്ചിട്ടെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണവും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഓർത്ത് കുറേ പൈസ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ഞാൻ തന്നെ എടുത്തടച്ചത്. ബട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഐ ആം ഹെൽപ്ലെസ്. ഏതായാലും ഇന്നുകൂടി കുട്ടി ക്ലാസ്സിലിരിക്കട്ടെ. ഒരുങ്ങി ഇവിടം വരെയും വന്നതല്ലേ. അതെ, ഒന്നവിടെ നിന്നേ. അതെ പാപ്പൻ ചേട്ടാ. അപ്പ എന്നെ അറിയാം. അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞെടുത്തൊക്കെ മതി. ഇനി ഞാൻ പറയാം. മരിച്ചുവെന്ന് എന്നെ കെട്ടിയാൻ കുറച്ച് കാശ് എന്നോട് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വീടാണ് ഈട് വെച്ചെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. കൂടാതെ ആശുപത്രി ചെലവിന് നീ കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. ഇപ്പം മുതലുമില്ല, പലിശയില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 3 ദിവസം ഞാൻ സമയം തന്നേക്കാം. അതിനുള്ളിൽ വീട് പൊട്ടി എങ്ങോട്ടാ വെച്ചാൽ പോയിക്കോ. എന്നെ കൊണ്ട് പറ്റില്ല ടോണി. ഞാൻ എന്തൊക്കെ ചെയ്താലും നമ്മുടെ കടം വീടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഈ ചെറിയ പ്രായത്തില് ഇത്രയൊക്കെ അനുഭവിക്കാൻ അവരെന്ത് തെറ്റാ ചെയ്തേ? 3 ദിവസം കഴിഞ്ഞ് വീടും പോകും. അത് കഴിഞ്ഞു ടോണിയുടെ അടുത്തേക്കാവും വരിക. അമ്മേ, ചോറ്. എനിക്കും.
അമ്മ കഴിക്കണല്ലേ? അമ്മ പിന്നെ കഴിച്ചോളാം. മോൻ കഴിച്ചു. കനിവിൻ്റെ നനവുള്ള മനമൊന്നു വേണം, സ്നേഹം പരത്തുവാനീ ഭൂമിയിൽ. കനിവിൻ്റെ നനവുള്ള മനമൊന്നു വേണം, സ്നേഹം പരത്തുവാനീ ഭൂമിയിൽ. കണ്ണുകളീരൻ അണിഞ്ഞിടുമ്പോൾ കയ്യിൽ ലേലസായി മാറിയിടണം. കണ്ണുകളീരൻ അണിഞ്ഞിടുമ്പോൾ കയ്യിൽ ലേലസായി മാറിയിടണം. കരം പിടിച്ചാശ്വാസം പകർന്നിടണം. അമ്മേ പള്ളിന്ന് ഞങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്ന ലില്ലി സിസ്റ്റർ വന്നിട്ടുണ്ട്. വേഗം വാ അമ്മേ. അമ്മ ദേ വരുന്നുണ്ട്. മോള് മിടിക്കുകയാണല്ലോ. അമ്മ അടുക്കളയിൽ പണിയെടുക്ക. ആ സിസ്റ്റർ വന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ. ആ, മാഗി അടുക്കളയിൽ പണിയിലായിരുന്നോ? അതെ സിസ്റ്റർ. അപ്പോ വന്ന കാര്യം പറയാം. ഉം. ഇവരൊക്കെ വേദപാഠ ക്ലാസ്സിലെ കുട്ടികളാണ്. നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് വികാരിയച്ഛൻ മാഗിയുടെ മക്കളെക്കുറിച്ച് പറഞ്ഞത്. എന്നാ പിന്നെ ഇക്കാര്യം നേരിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. കുട്ടികൾ രണ്ടുപേരുടെയും പഠനകാര്യം ഇനി ഇവർ നോക്കിക്കൊള്ളും. കൂടാതെ മാഗിക്ക് സ്വയം തൊഴിലിനായി ഒരു തയ്യൽ മെഷീൻ വാങ്ങിത്തരുന്ന കാര്യം വികാരിച്ചൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്താ മോളെ കരയുന്നത്? സന്തോഷമുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ എന്ത് പറ്റി മോൾക്ക്? അമ്മ എന്തിനാ കരയുന്നേ? കരയല്ലേ അമ്മേ? കരയില്ലേ മാഗി? കുട്ടികൾ പള്ളിയിൽ നിന്ന് വരുമ്പോ കൊടുക്കും പാലിൽ വിഷം കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേ സിസ്റ്റർ എവിടെ എത്തിച്ചത്? കഷ്ടപ്പാടുണ്ട് സിസ്റ്റർ. നാളെ ഈ വീട്ടിൽ നിന്ന് കൊടുക്കണം. ഈ പിള്ളേരെ ഞാൻ എന്ത് ചെയ്യാനാ? മാഗി, ദൈവം കരുണയുള്ള ദൈവമാണെന്ന് അറിയില്ലേ? ഇത്ര നല്ല കുഞ്ഞുങ്ങളെ തന്ന് തമ്പുരാൻ ഇവരെ വളർത്താനുള്ള സാഹചര്യം ഇണക്കി തരില്ലേ? ദൈവത്തിന്റെ കരത്തിന് കീഴിൽ നമ്മളൊക്കെ സുരക്ഷിതരാണ്. തക്ക സമയത്തിനു വേണ്ടി കാത്തു നിൽക്കണമെന്നേ ഉള്ളൂ.